മസാല ബോണ്ട് കേസിൽ കിഫ്ബി സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 1 മാറ്റി. പ്രാഥമിക അന്വേഷണത്തിനു വേണ്ടിയാണ് ഇഡി രേഖകൾ ആവശ്യപ്പെടുന്നതെന്നും അന്വേഷണം ഒരു ഘട്ടത്തിലും തടസ്സപ്പെടുത്തില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്ന്. രേഷ്മ, കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ട് കേസിലെ അന്വേഷണം നിശ്ചലമാക്കാനുള്ള ശ്രമം ബോധപൂർവം ഉണ്ടാകുന്നു എന്നാണ് പ്രധാനമായും കിഫ്ബി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, കിഫ്ബിയുമായി ബന്ധപ്പെട്ട അധികൃതർ ഉൾപ്പെടെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി എത്തുമ്പോൾ എങ്ങനെയാണ് ഇതിനെ വിശദമാക്കാൻ കഴിയുക? രാജീവ്, മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് വീണ്ടും കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ഇഡി ഇന്നലെ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. കിഫ്ബി ഏതു വിധേനയും ഈ അന്വേഷണം തടസ്സപ്പെടുത്തുവാനും ഒപ്പം തന്നെ നിശ്ചലമാക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ അന്വേഷണവുമായിട്ട് കിഫ്ബി ഉദ്യോഗസ്ഥർ യാതൊരു വിധത്തിലും സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആവശ്യപ്പെട്ട രേഖകൾ പോലും ഉദ്യോഗസ്ഥർ ഹാജരാക്കുന്നില്ല. ഇത് അന്വേഷണത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടെന്നായിരുന്നു ഇഡിയുടെ സത്യവാങ്മൂലം. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ മറ്റു ചില കാര്യങ്ങൾ കിഫ്ബി ഒപ്പം തന്നെ ചില വിലയിരുത്തലുകൾ ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് ഹർജി പരിഗണിച്ച വേളയിൽ കിഫ്ബി അറിയിച്ചിട്ടുള്ളത് ആവശ്യമുള്ള എല്ലാ രേഖകളും ഇഡിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ വേണമെന്നുള്ള ഒരു നിലപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് കിഫ്ബിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. തങ്ങൾ ഫണ്ടിംഗ് ഏജൻസിയാണ്, വലിയ രീതിയിലുള്ള ഉപദ്രവം ഇഡിയുടെ ഭാഗത്തു നിന്നും തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്നുവെന്നും കിഫ്ബി ഹൈക്കോടതിയിൽ വാദിച്ചു. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കിഫ്ബി ഉദ്യോഗസ്ഥർ പ്രതികളല്ലെന്ന് ഇഡി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നേരിട്ട് ഹാജരാകാതെ കൂടി ഒരു മറുപടിയെങ്കിലും നൽകിക്കൂടെ എന്നുള്ളൊരു ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തിനാണ് ഇഡിയുടെ സമൻസിനെ എല്ലാവരും പേടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും കിഫ്ബിയോട് ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഡി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ദിവസം പ്രതി നിരവധി കേസുകൾ തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, പല പ്രമുഖരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമുണ്ട്. അവർ യാതൊരു തരത്തിലും ഈ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുകയോ ഉദ്യോഗസ്ഥർ ഹാജരാകുകയോ ചെയ്യുന്നില്ല എന്നാണ് ഇഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും അന്വേഷണം, അതായത് ഈ മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തെ ഒരു ഘട്ടത്തിലും തടസ്സപ്പെടുത്തില്ല എന്നാണ് ഹൈക്കോടതി ആവർത്തിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇഡി നൽകിയിട്ടുള്ള മറുപടി സത്യവാങ്മൂലത്തിൽ തങ്ങൾക്ക് ഒരു കൗണ്ടർ, അതായത് വീണ്ടും ഒരു മറുപടി നൽകാനായിട്ട് സാവകാശം വേണമെന്നാണ് കിഫ്ബി കോടതി അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഹർജി ഹൈക്കോടതി ഫെബ്രുവരി 1 മാറ്റിയിട്ടുണ്ട്. എന്തായാലും സമൻസിനെ പേടിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം കിഫ്ബിയോട് ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ സമൻസ് എന്ന് പറയുന്നത് നിലവിൽ നേരത്തെ തന്നെ ഇഡി വ്യക്തമാക്കിയതാണ്. ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് സമൻസ് അയച്ചുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുന്നത്. യാതൊരു വിധത്തിലും കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ എവിടെയും പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ എന്നിട്ടും ഈ സമൻസിന്മേൽ ഒരു മറുപടി നൽകാൻ കിഫ്ബി തയ്യാറാകാത്തത് അതിൽ ഒരു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം എന്ന് വേണം ഈ ചോദ്യത്തെയൊക്കെ വ്യാഖ്യാനിക്കാൻ. എന്തായാലും പ്രസ്തുത ഹർജി ഹൈക്കോടതി ഫെബ്രുവരി 1 മാറ്റിയിരിക്കുകയാണ്. ഇഡിയുടെ സത്യവാങ്മൂലത്തിന് കിഫ്ബി അന്ന് മറുപടി നൽകും. രാജീവ്. രേഷ്മ, കഴിഞ്ഞ ദിവസമാണ് നേരത്തെ തോമസ് ഐസക് പറഞ്ഞിരുന്നത് തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവും ഈ വിഷയത്തിലില്ല, എല്ലാവരും കൂട്ടായെടുത്ത തീരുമാനമാണ് എന്നായിരുന്നു തോമസ് ഐസക് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചില രേഖകൾ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടത്. സർക്കാർ തന്നെ നിയമസഭയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം തോമസ് ഐസക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തരത്തിൽ ഉയർന്ന പലിശയ്ക്ക് മസാല ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നത്. രാജീവ്, തോമസ് ഐസക്കിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു ഇഡിയുടെ പക്കൽ നിന്നും ആ രേഖകളൊക്കെ തന്നെ പുറത്തു വന്നത്. മിനിറ്റ്സ് രേഖകളിലടക്കം ഈ തോമസ് ഐസക്ക് ഈ ഒരു മസാല കൊണ്ട് ഇറക്കിയതിന് അനുവാദം നൽകി എന്നത് സംബന്ധിച്ചുള്ള തെളിവുകളായിരുന്നു പുറത്തു വന്നത്. എന്തായാലും ഈ കിഫ്ബി ഉദ്യോഗസ്ഥരും കിഫ്ബിയും ഈ നേരിട്ട് ഹാജരാകാതെ, അല്ലെങ്കിൽ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ നേരിട്ട് തെളിവുകൾ സമർപ്പിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ, അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ സമൻസിന്മേലൊരു മറുപടി കിഫ്ബി
കിഫ്ബി നൽകണം. എന്തായാലും നിലവിൽ ഈ തോമസ് ഐസക്കിനാണെങ്കിലും കിഫ്ബിക്കാണെങ്കിലും ഒരുപക്ഷെ ഈ സമൻസിന്മേൽ മറുപടി നൽകേണ്ടി വരും. എന്തായാലും ഹൈക്കോടതി ഈ ഒരു അന്വേഷണത്തെ യാതൊരു ഘട്ടത്തിലും തടസ്സപ്പെടുത്തില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഇഡിയുടെ സത്യാങ്മൂലത്തിന് കിഫ്ബി എന്ത് മറുപടി നൽകുമെന്നാണ് ഇനി നോക്കേണ്ടത്. എന്തായാലും വിശദമായിട്ട് തന്നെ മറുപടി നൽകാമെന്നുള്ള ഒരു നിലപാട് കിഫ്ബിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും സമൻസിനെ പേടിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഏറെ പ്രസക്തമാണ്. എന്തായാലും ഹർജി ഹൈക്കോടതി ഫെബ്രുവരി 1 പരിഗണിക്കുന്ന വേളയിൽ കിഫ്ബിയുടെ മറുപടി കൂടി ഹൈക്കോടതി പരിശോധിക്കും. എന്തായാലും ഈ എല്ലാ പ്രമുഖരടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്, നിരവധി കേസുകൾ തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ കിഫ്ബി യാതൊരു വിധത്തിലും സഹകരിക്കാത്തത് അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇഡിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. എന്തായാലും നേരത്തെ ഈ ഇഡി പുറത്തുവിട്ടിട്ടുള്ള മിനിറ്റ്സ് രേഖകളിലടക്കം ഈ തോമസ് ഐസക്കിന് ഈ മസാല ബോണ്ട് ഇറക്കിയതിലടക്കം പങ്കുണ്ട്, അല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ അനുവാദത്തോടു കൂടിയാണ് മസാല ബോണ്ട് ഇറക്കിയത് എന്നതടക്കമുള്ള തെളിവുകളാണ് പുറത്തു വന്നത്. എന്തായാലും ഈ അന്വേഷണം നിശ്ചലമാക്കാനുള്ള കിഫ്ബിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നുവെന്നാണ് ഇഡി കഴിഞ്ഞ ദിവസവും കോടതിയെ അറിയിച്ചിട്ടുള്ളത്. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.